ഒന്നും രണ്ടും വർഷമല്ല 500 വർഷം ഇബാദത്തെടുക്കുകയാണ്. 500 വർഷം അല്ലാഹുവിന് വേണ്ടി ഇബാദത്തെടുക്കുന്ന മനുഷ്യരല്ലേ അല്ലാഹു തആല മനുഷ്യന് കഴിക്കാൻ കൊടുത്തത് ഇന്നത്തെ പോലെ നമ്മൾ കഴിക്കുമ്പോഴുള്ള വിഭവസമൃദ്ധമായ ബിരിയാണിയല്ല, നല്ലതുപോലെ കഴിക്കുന്ന ചിക്കനോ മട്ടനോ അല്ല, ഇന്ന് നമ്മൾ കഴിക്കുന്നത് പോലെയുള്ള പത്തിരിയല്ല. അല്ലാഹു 500 വർഷം ഇബാദത്തെടുക്കുന്ന മനുഷ്യന് കഴിക്കാൻ കൊടുത്തത് വർഷത്തിൽ ഒരിക്കൽ മാത്രം കാക്കുന്ന റുമ്മാപ്പഴമുണ്ടല്ലോ, അല്ലാഹു ഓരോ ദിവസവും ഓരോന്ന് കൊടുക്കുകയാ, ഓരോ റുമ്മാപ്പഴം പറിച്ച് കഴിക്കുകയാണ്. മാത്രമല്ല സമുദ്രമാണ് ചുറ്റുഭാഗത്തുമുള്ളത്, ആ സമുദ്രത്തിന്റെ വെള്ളം ഉപ്പുവെള്ളമാണ്. പക്ഷേ അല്ലാഹു ഈ മനുഷ്യന് കുടിക്കാൻ 4 വിരലിന്റെ അളവോടെ ശുദ്ധവെള്ളം കൊടുക്കുകയാണ്. ശുദ്ധവെള്ളത്തിൽ നിന്ന് ഒരു കൈ കുമ്പിൾ വെള്ളം എടുത്തു കുടിച്ച ഒരു റുമ്മാപ്പഴം കഴിച്ചുകൊണ്ട് 500 വർഷം ഈ മനുഷ്യൻ ഇബാദത്തെടുക്കുകയാണ്. ഈ 500 വർഷം ഇബാദത്തെടുക്കുമ്പോ അല്ലാഹുവിനോട് ചോദിച്ച ഒരേ ഒരു കാര്യം മാത്രമാ, ഇന്ന് പള്ളിയിൽ നിസ്കരിക്കാൻ അബദ്ധവശാൽ ഒരു വകുത്തെങ്ങാനും പള്ളിയിൽ കയറിപ്പോയാ, അല്ലാഹുവേ എന്റെ ഭാര്യയ്ക്ക് നീ ഗവൺമെന്റ് ഉദ്യോഗം കൊടുക്കണേ അല്ല, എന്റെ മകൾക്ക് PSC വിജയം നൽകണേ അല്ല, എന്റെ മകന് കമ്പ്യൂട്ടർ പാസ്സാകണേ അല്ല, എന്റെ പാർട്ടി ജയിക്കണേ അല്ല. ഒന്നുമല്ലെങ്കിൽ അധികാരത്തിൽ വന്ന എനിക്ക് കുറച്ച് തിന്നാൻ കിട്ടുമല്ലോ എന്നല്ല ദുആറന്നത്. ഈ മനുഷ്യർ 500 വർഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആറക്കുന്നതെന്താ? റുമ്മാമ്പഴവും പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് 500 വർഷത്തോളം ഒറ്റപ്പെട്ട ദ്വീപിനകത്ത് ഇബാദത്തെടുക്കുന്ന മനുഷ്യനെ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? അല്ലാഹുവേ, എന്റെ ആത്മാവ് ശരീരത്തോട് വിട പറയുമ്പോ, ഈ ലോകത്തോട് ഞാൻ വിട പറയുമ്പോ ഞാൻ മരിക്കേണ്ട കോലനേരം അറിയോ? ഞാൻ സുജൂദിലായി കിടന്ന് മരിക്കാ, എന്നെ അനുവദിക്കണേ അല്ലാ. എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധമായ കഅബാലയത്തിൽ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട്, ഒരു മുണ്ടെടുത്തുകൊണ്ട്, ഒരു മുണ്ട് മൂടി പൊറിച്ചുകൊണ്ട്, ഒരേ ലക്ഷ്യത്തോടെ മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ സ്മരണകളെ വിറക്കാൻ വേണ്ടിയിട്ട്, കറുത്ത മുട്ടായ ഹാജറാടെ സ്മരണകളെ വിറക്കാൻ വേണ്ടിയിട്ട്, റബീഉല്ലാഹി ഇസ്മാഈൽ നബിയുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ആ മണ്ണിലോട്ട് പോകുമ്പോഴല്ല പടച്ചവനുമായി നമ്മൾ കൂടുതൽ അടുക്കുന്നത്. സക്കാത്ത് കൊടുക്കുമ്പോഴല്ല നമ്മൾ അല്ലാഹുമായിട്ട് കൂടുതൽ അടുക്കുന്നത്. നമ്മൾ എപ്പോഴാണ് അല്ലാഹുമായിട്ട് കൂടുതൽ അടുക്കുക? പ്രഭാതം മുതൽ പ്രദോഷം വരെ ചുണ്ട പൊട്ടി കീറിയിട്ട് ചുണ്ട് വരണ്ടുണങ്ങിയിട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാതെ നിരാഹാരം കിടക്കുമ്പോ അപ്പോഴല്ല സഹോദരാ നീ പടച്ചവനുമായി ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. നിബിധങ്ങൾ പറഞ്ഞല്ലോ, അഖറബമായ ഒരു മനുഷ്യൻ അവന്റെ യജമാനനുമായി അടുക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അടുപ്പമേടാ വഹുവ സാജിദ്. അവന് സാത്താനം ചെയ്തുകൊണ്ട് കിടക്കുമ്പോഴാ ആരുടെ മുമ്പിലോ കുനിക്കാത്ത തലയുണ്ടല്ലോ, ആ പല നടന്നു പോകുന്ന തറയിൽ വെച്ചിട്ട് അവന്റെ വൃത്തികെട്ട അവയവമെന്നവന് മനസ്സിലാക്കിയിട്ടുള്ള പൃഷ്ഠഭാഗത്ത് തലയുടെ മുകളിലേക്ക് ഉയർത്തി വെച്ചുകൊണ്ട് കിടക്കുന്ന സുജൂദുണ്ടല്ലോ, ആ സുജൂദിലാണ് ഒരു ദാസൻ അവന്റെ യജമാനനോട് ഏറ്റവും കൂടുതൽ അടുക്കുക. ആ അവസ്ഥയിൽ മരിക്കാൻ ആ മനുഷ്യന് കൊതിച്ചുപോയി. എന്റെ സഹോദരങ്ങളെ, ചുരുക്കി ഞാൻ പറയുകയാണ്, അല്ലാഹു ആ മനുഷ്യന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്ത ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവസാനം നാളെ പരലോകത്ത് വരുമ്പോൾ മാലാഖമാരോട് പടച്ചതമ്പുരാനെ പറയുകയാണ്, അല്ലയോ മലക്കുകളെ, ഈ മനുഷ്യൻ എനിക്ക് വേണ്ടി 500 വർഷം ഇബാദത്തെടുത്ത മനുഷ്യനാ, അതുകൊണ്ട് ഈ മനുഷ്യനെ എന്റെ കാരുണ്യം കൊണ്ട് എന്റെ സ്വർഗത്തിൽ നിങ്ങൾ കടത്തുക, എന്റെ കരുണ കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ കടത്തരുത്. അല്ലാഹു തന്നെ മലക്കുകളോട് പറയുമ്പോൾ ആ മനുഷ്യനാ പടച്ചതമ്പുരാന്റെ മുമ്പിൽ പറയുകയാണ്, അല്ലാഹുവേ, 500 വർഷത്തോളം റുമ്മാമ്പഴം കഴിച്ചുകൊണ്ട്, അതുപോലെ പച്ചവെള്ളം കുടിച്ചുകൊണ്ട്, സുജൂദിൽ കിടന്ന് മരിക്കാൻ അഭിലഷിച്ചുകൊണ്ട്, ആഹ്ലാദിച്ചുകൊണ്ട്, കൊതിച്ചുകൊണ്ട്, ആനന്ദത്തോടെ ഞാൻ മരിച്ചു വന്നരാ. അതുകൊണ്ട് ഞാൻ മരിച്ചു വന്ന ഈ സ്വർഗത്തില് എന്റെ ഔദാര്യമായിട്ട് എനിക്ക് സ്വർഗം വേണ്ട, എന്റെ അവകാശം എന്നോണം സ്വർഗം തരുമോ അല്ലാ, എന്റെ അവകാശം എന്നോണം സ്വർഗം തരുമോ അല്ലാ എന്ന് ചോദിക്കുമ്പോ